ഇപ്പോൾ കണ്ട ബർത്ത്ഡേ റീൽ ഇൻസ്റ്റയിൽ കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നിട്ടോ മോളുടെ ബർത്ത്ഡേക്ക് എന്താ ചെയ്താലെന്നുള്ളത്. അപ്പോൾ ഞാൻ സേവ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓഡിയോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് എല്ലാം സെറ്റായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതെല്ലാം പ്ലാനൊക്കെ മാറി മറിഞ്ഞു. എന്നാലും നമ്മൾ അത്ര ആഗ്രഹിച്ചതല്ലേ, സോ നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്യാൻ കരുതി. അപ്പോൾ കുമ്മട്ടിങ്ങയുടെ തൊണ്ട് വെച്ചിട്ടാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബർത്ത്ഡേ റീൽ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഒരുപാട് മുമ്പ് ഞാൻ പ്ലാനൊക്കെ ചെയ്ത് വെച്ചെങ്കിലും ഇതിൽ 2 മാത്രമാണ് ഞാൻ ഈ ഒരു കുമ്മട്ടിങ്ങയുടെ തൊണ്ട് ചെയ്ത് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു റീൽ നമുക്ക് 12 മണിക്ക് തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കിട്ടണം. അതിന് ഫസ്റ്റ് എന്ത് വേണം, നമ്മുടെ മക്കൾ കിടന്നുറങ്ങണം. ഈ ഒരാൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കും 12 മണിയും 1 മണിയൊക്കെ കഴിയും. പോരാത്തതിന് അന്ന് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കേട്ടോ കുറേ നേരം രാത്രി വർത്താനം പറഞ്ഞ് ഉമ്മിച്ച് പറഞ്ഞ പോലെ പാതിരാക്കോഴികളെ പോലെ അങ്ങനെ ഇരിക്കും. അത്രയും നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൾ ഒട്ടും ഉറങ്ങിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഉറങ്ങാറൊക്കെ ഉണ്ട്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം 12 മണിയായിട്ടും അവൾ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി അവളുടെ കയ്യിൽ മോളെ ഏൽപ്പിച്ചിട്ട് ഞാനൊരു 2 ഒക്കെ ആ ഒരു കുമ്മട്ടിങ്ങയുടെ തൊണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു ഇർക്കിളി യൂസ് ചെയ്തിട്ട് സ്റ്റിക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ 1 കട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. പിന്നെ മോളൊരു ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് വെറുതെ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ജസ്റ്റ് കയ്യിൽ ആ ഒരു 2 കൊടുത്ത് ആ ഒരു 12 മണിക്ക് ചെറിയൊരു റീലൊക്കെ സെറ്റാക്കി. റീല് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ മോളുടെ കയ്യിൽ ആ ഒരു 2 വെച്ച് കൊടുത്തു. പിന്നെ ഞാനും അനിയത്തിയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾക്കൊരു ചെറിയൊരു സമാധാനം കിട്ടി, അത്രേ ഉള്ളൂ. വീട്ടിൽ ഇതേപോലെ നേരം വഴുകി ഇതേപോലത്തുള്ള ആൽക്കുലത്ത് പണികളൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഇരിക്കുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾക്ക് പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ്. എന്നാലും എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറേ നേരം അവളിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ കുറേ നേരം പാടോട്ട് കേട്ടോ അവളുടെ കയ്യിൽ ഈ ഒരു 2 കൊടുത്തിട്ട് എനിക്കൊരു ഉമ്മം കിട്ടാനായിട്ട്. പക്ഷെ ആ ഒരു 2 അവൾ കയ്യിൽ വാങ്ങിക്കും, പക്ഷെ എനിക്ക് ഉമ്മം തരില്ല. കുറേ നേരം ഞാൻ ചോദിച്ച്. അതങ്ങനെയുള്ള നമ്മളൊരു ഫോട്ടോയ്ക്കോ ഒരു വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഉമ്മം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ചാടായിരിക്കും കേട്ടോ. എന്നാലും കിട്ടിയൊരു ഉമ്മം. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് നേരം വർത്താനം പറഞ്ഞിരുന്ന് പെട്ടെന്നാണ് 12 മണി ആവാറായില്ലെന്ന് ഓർത്തത്. പിന്നെ വേഗം തട്ടിക്കൂട്ടി കേട്ടോ ഈ ഒരു 2 ഒക്കെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത്. ഇതിൻ്റെ ഇടയിൽ ആ ഒരു വീഡിയോ ഒന്ന് നോക്കാനോ ഒന്നും തോന്നിയില്ല. ആക്ച്വലി ഈ ഒരു 2 മാത്രം കട്ട് ചെയ്തെടുത്താൽ പോരായിരുന്നു, 1 കൂടിയും കട്ട് ചെയ്യണമായിരുന്നു. അതായത് 11:59 ആകുമ്പോൾ നമ്മൾ ആ 1 കയ്യിൽ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് 12 മണി കറക്റ്റ് ആകുമ്പോൾ 2 കയ്യിലേക്ക് കൊടുക്കുക. അതാണ് ഈ ഒരു റീലിൽ വേണ്ടത്. പക്ഷെ ആ ഒരു സംഭവം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു. വേഗം തന്നെ ആ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബനിയൻ സെറ്റൊക്കെ ഇടിച്ചിട്ടാണ് ഞാൻ ആളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വേണം ഈ ഒരു റീലിന് വേണ്ടിയിട്ട് രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു കുമ്മട്ടിങ്ങയുടെ തോട് വെച്ചിട്ട് 1 ഒക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചത്. അപ്പോൾ 2 ഓൾറെഡി നമ്മൾ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ എണീറ്റ് വേറൊരു കുമ്മട്ടിങ്ങയുടെ തൊണ്ട് കട്ടൊക്കെ ചെയ്ത് 1 ഒക്കെ സെറ്റാക്കി എടുത്തു. ഇനിയത്തെ ജോലി എന്ന് പറയുന്നത് ബെഡൊക്കെ സെറ്റാക്കി ആ ഒരു റീലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബെഡിൽ ട്രൈപോഡൊക്കെ സെറ്റാക്കി അവളുടെ കയ്യിൽ ജസ്റ്റ് ആ ഒരു 1 കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ അവൾ ചാടി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ അവളെ ഉറക്കി. പിന്നെ എനിക്ക് തോന്നി കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് എടുക്കാൻ പറ്റുമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഇതേപോലെ 1ഉം 2ഉം കയ്യിൽ കൊടുത്ത് ചെറിയൊരു വീഡിയോ നമുക്ക് പറ്റുന്ന വിധത്തിൽ ഒരു റീലിടാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവൾ കുറച്ച് കൂടി നേരം ഉറങ്ങി കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കഷ്ടപ്പെട്ടൊരു റീൽ ഒപ്പിച്ചെടുത്തത്. റീലൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്
ഇതിൽ ഫോൺ വെച്ചിട്ട് ചെയ്യണമല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ധൃതിയുടെ ഇടയിൽ ഞാൻ ആ ഒരു ഫോൺ വയ്ക്കുന്ന കാര്യമൊക്കെ മറന്നു. അവസാനം ഞാൻ ഫോണൊക്കെ വെച്ചു. പക്ഷേ അത് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും റീൽ ചെയ്യണതിൽ ഈ വാൾപേപ്പറായിട്ട് സെറ്റാക്കണത് ബർത്ത്ഡേ ഗേളിൻ്റെ ഫോട്ടോ ആയിരിക്കും. പിന്നെ ഞാനത് സെറ്റാക്കി വീണ്ടും 11:59 കയ്യിൽ ആ ഒരു 1 കൊടുക്കുന്നു, 12 മണിക്ക് 2 കൊടുക്കുന്നു. അങ്ങനെ അതൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഡേറ്റ് ചേഞ്ചായി കിടക്കാന്നുള്ളത്. ആക്ച്വലി മോളുടെ ബർത്ത്ഡേ ഏപ്രിൽ 29-നാണ്. അപ്പോൾ ഈ 12 മണി വരേണ്ടത് ഏപ്രിൽ 29-നല്ലേ. പക്ഷേ എൻ്റെ കയ്യിൽ മെയ് 2-നോ 3-നോ എങ്ങാണ്ടാണ് ആ ഒരു ഡേറ്റ് ചേഞ്ചായി കിടന്നത്. അപ്പോൾ എനിക്ക് നല്ല സങ്കടമായിട്ടാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് ഇനി വീണ്ടും ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര സങ്കടമായി. എന്നാലും വിട്ടുകൊടുക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു വീഡിയോ എടുത്തിട്ടോ. ആ ഒരു വീഡിയോ എടുക്കണതിൽ ഈ സ്ക്രീൻ ലോക്ക് ഇട്ടണതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്ക്രീൻ ഓഫായി പോകും. അപ്പോൾ ഈ ഒരു 11:59 എന്നുള്ളത് 12 മണി ആവുന്ന ടൈമിൽ തന്നെ ഈ ഒരു 2 കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ചിലത് ഞാൻ കറക്റ്റ് ടച്ച് ചെയ്യുന്ന ടൈമിലായിരിക്കും 12 മണി ആവണത്. അപ്പോൾ നമുക്ക് ആ ഒരു 1 എടുത്ത് 2 വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തതും പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ മോളുടെ കയ്യിലേക്ക് വെക്കുന്നതും മാറ്റുന്നതൊക്കെ. രാവിലെ അനിയത്തിക്ക് ജോലിക്ക് പോകണമായിരുന്നു, അല്ലെങ്കിൽ അവൾ ഹെൽപ്പ് ചെയ്തേനെ കേട്ടോ. അവൾക്ക് 8 മണിയാകുമ്പോഴത്തേക്കും ജോലിക്ക് പോകണം. അപ്പോൾ അതിന് റെഡിയാവണ തിരക്കിലായിരുന്നു അവൾ. അതാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ടായത്. എന്നാലും എൻ്റെ വലിയൊരു ആഗ്രഹം ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അത് സാധിച്ചെടുത്തിട്ടോ. അതായതൊരു 10-20 ക്ലിപ്പിൽ നിന്നാണ് ഈ ഒരു വെറും 18 സെക്കൻഡോ 19 സെക്കൻഡോ ഉള്ള ചെറിയൊരു റീൽ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നേരം പരപരാ വെളുത്തിട്ടുണ്ടായിരുന്നു. കാരണം മോള് ഓരോ തവണയും ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവളെ വീണ്ടും ഉറക്കി ഒന്ന് ബെഡൊക്കെ ഒന്ന് പിന്നെയും സെറ്റാക്കി. വലിയ രീതിയിലൊന്നും സെറ്റാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഒരു 8-8:30 ആയപ്പോഴത്തേക്കും സംഭവം റെഡിയാക്കിയിട്ട് പിന്നെ അവളും എണീറ്റിട്ടോ. അവൾ എണീറ്റപ്പോൾ തന്നെ ഞാൻ വേഗം അവളൊന്ന് എന്താ പറയുക പുന്നരിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഇത്രയും വെട്ടായിട്ടോ ഞാൻ ഈ ഒരു റീലിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പിങ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു എക്സ്പ്രഷനും ഉണ്ടായില്ല കേട്ടോ ഗൈസ്. രാത്രി ഓൾറെഡി വൈകി ഉറങ്ങുന്ന ആളാണ്. ആൾ നേരത്തെ എണീറ്റു. അതുകൊണ്ട് വലിയ രീതിയിൽ നല്ല മൂഡൊന്നും അല്ലായിരുന്നു ആളുടെ. ഇസുകുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്ടോ? ഓ താനിത് വല്ലതും കണ്ടായിരുന്നാ? വൈകുന്നേരം ഹസ്ബൻഡ് കേക്കൊക്കെ ആയിട്ട് എത്തിയിട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അനിയത്തി വന്നപ്പോഴാണ് ഇടിയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രാത്രിയായിട്ടോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്കമാരും വാപ്പിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു ഒറ്റ പ്രാവശ്യമായിട്ടോ ഈ ഒരു ഡ്രസ്സിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളൊരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ ഇടിയിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ആ ഒരു ഇഷ്ടമൊന്നും അപ്പം ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കേക്കായിരുന്നു. ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു കരിക്കിൻ്റെ പീസ് വലിയ പീസ് നമുക്ക് കഴിക്കാൻ കിട്ടിയായിരുന്നു ആ ഒരു ലാസ്റ്റിൽ. അപ്പോൾ മോളുടെ പേരൊക്കെ എഴുതി നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഒരു കളർ തീമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. മോള് ഇടാതിരുന്ന ഒരു പുതിയ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഇടിയിച്ചു, ഒരു കേക്ക് വാങ്ങിച്ചു, നമ്മൾ വീട്ടിൽ കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത്തവണ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. കാരണം ഞാനും മോളും ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്.
ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് ഇടിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഡേറ്റ് ഏകദേശം അടുത്താണെങ്കിൽ നമ്മൾ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ 2-3 ജോഡിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊരെണ്ണം ഞാൻ മാറ്റി വയ്ക്കും കേട്ടോ. ഇടാൻ കൊടുക്കാതെ മാറ്റി വയ്ക്കും. എന്നിട്ട് ബർത്ത്ഡേക്ക് അവർക്ക് പുതിയത് ഇടാൻ കൊടുക്കും. അത് മൂത്തവർക്ക് 2 പേർക്കും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയൊരു സന്തോഷമാണ് എനിക്ക്. പിന്നെ ചെറിയൊരു കേക്ക് വാങ്ങിച്ച് ഇതേപോലെ കട്ട് ചെയ്യും. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നടത്തുന്ന ടൈമിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ടൈമിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരെ ഇവിടെ എൻ്റെ വീട്ടിലുള്ളവരെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറുണ്ട്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടിയിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയും. അതും വലിയൊരു സന്തോഷമാണ് കേട്ടോ. മോളായതിനു ശേഷം അങ്ങനെയുള്ള ഒരു ബർത്ത്ഡേ ഒന്നും നടത്താനായിട്ട് പറ്റിയിട്ടില്ല. നമ്മുടെ മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനാണെങ്കിലും എല്ലാം നമുക്ക് അവരെ നിർത്താനും ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല കേട്ടോ. മൂത്തവരെ 2 പേരെയും വിളിച്ച് നിർത്തുമ്പോഴത്തേക്കും ഇളയാളുടെ മൂടൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇളയാളെല്ലാം സെറ്റാക്കി നിർത്തുമ്പോൾ ഇവന്മാരിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഓടിക്കളിക്കും ഒക്കെ ചെയ്യായിരിക്കും. പിന്നെ ഒരു കണക്കിന് എല്ലാവരും സെറ്റാക്കിയൊക്കെ നിർത്തി കേക്ക് കട്ടിങ് അങ്ങോട്ട് തുടങ്ങി. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ കുറച്ചൊക്കെ ആ സൈഡിൽ നിന്നൊക്കെ വാരി കഴിച്ചിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവളുടെ കുറച്ച് കേക്ക് വെച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊന്നും ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ സന്തോഷം പങ്കിടാനായിട്ട് പറ്റി. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കേക്കായിരുന്നു. മോൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. എല്ലാവരും അവൾക്ക് വായിലിങ്ങനെ വെച്ച് കൊടുത്ത്, ആർക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും അവൾ അതിൽ നിന്നൊരു അവൾ കഴിക്കും കേട്ടോ. കഴിക്കുന്നത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ആക്ച്വലി ഇപ്പോഴാണല്ലോ, അതായത് ഒരു സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴാണല്ലോ കുട്ടികൾ അത്യാവശ്യം കേക്ക് കഴിക്കാറാവുന്നതും നമ്മൾ കേക്ക് കൊടുക്കുന്നതൊക്കെ. ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ജസ്റ്റ് എന്താ പറയുക, ആ ഒരു ക്രീമൊന്നും കൊടുക്കാതെ ഉള്ളിലത്തെ ഭാഗം മാത്രം കുറച്ച് അത്ര ഉണ്ടായിട്ടുള്ളൂ. ഒരുപാടൊന്നും അതിന് കൊടുത്തില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും അധികം കേക്ക് കൊടുക്കാത്ത രീതിയിൽ അങ്ങ് ഒപ്പിച്ചു. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിള്ളേരെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. അതുപോലല്ല സെക്കൻഡ് ബർത്ത്ഡേ ആകുമ്പോൾ, പ്രത്യേകിച്ച് 3ാമത്തെ ആളൊക്കെ ആകുമ്പോൾ അവർക്ക് കേക്കും മിഠായിയും സംഭവങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ മൂത്ത മക്കളെ പറ്റിച്ച രീതിയിലൊന്നും 3ാമത്തെ ആളെ നമുക്ക് പറ്റിക്കാനേ പറ്റില്ല. ഇക്കാക്കാമാർക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ആൾ കൊടുക്കുമെന്നുള്ളത്. മൂത്താൾക്ക് കൊടുത്തപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പറ്റിച്ച ആൾ, അതിനുശേഷം പിന്നെ കൊടുത്തിട്ടോ. അപ്പോൾ എല്ലാവർക്കും ആൾ കേക്ക് കൊടുക്കും. അതിൽ നിന്ന് കുറച്ച് ആളിന് വാരി തിന്നും. മോള് എല്ലാവർക്കും കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതും അതിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ കഴിക്കണതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു 2 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നല്ല എന്താ പറയുക, ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്രായമാണ്. കണ്ടോ, ആളുടെ കൈവിരൽ മൊത്തം വായിലോട്ട് കൊണ്ടുപോയിട്ടാണ് കേക്ക് കഴിക്കുന്നത്. അത്രയും ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് കേക്ക് കട്ട് ചെയ്ത് സ്വയം അങ്ങ് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് കട്ടിങ്ങിൽ കുറച്ച് ആൾക്കാർ മിസ്സിങ് ആണ്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള കേക്ക് നമുക്കൊന്ന് എടുത്തു വയ്ക്കണം. പക്ഷെ പെട്ടെന്ന് ആ ഒരു കേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ ബഹളം ഉണ്ടാക്കും. ആൾ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. ഇങ്ങനെ ശ്വാസം അടച്ച് നിലവിളിക്കില്ല പിള്ളേർ. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടൊരു ആളാണത്. സോ ഒരു നെക്കിൽ വേണം അവളുടെ നിന്ന് ആ ഒരു കേക്ക് അടിച്ചു മാറ്റാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഉമ്മിച്ചി മനീത്തിയൊക്കെ ആയിട്ട് കുറച്ച് പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ അവൾക്ക് ആ ഒരു എന്താ പറയുക, കേക്ക് ബോർഡ് കാലി ആവണത് കാണണം. ആ ഒരു രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് തീർന്നെന്നുള്ള തോന്നലാണ് അവൾക്ക്. അപ്പോൾ കരച്ചിലോ ബഹളോ ഒച്ചപ്പാടോ ഒന്നുമില്ലാതെ അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. കേക്കൊക്കെ തീർന്ന്. അപ്പോൾ എല്ലാവരോടും പറയാം കേക്ക് തീർന്ന് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത്. കേക്ക് തിന്നതിനിപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദാഹം. പിന്നെ ഉമ്മിച്ച് വേഗം മാങ്ങ ജ്യൂസൊക്കെ അടിച്ച് എല്ലാവർക്കും കൊടുത്തു. ഹസ്ബൻഡ് തിരിച്ചു പോയപ്പോൾ ഹസ്ബൻഡ് പാരൻസിനുള്ള കേക്ക് കൊടുത്തുവിട്ട് ബാക്കി നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ 3 പേരെ വെച്ചിട്ടൊരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാനായിട്ട് പെടുന്ന പാടാണ്. ഒരാൾ നിൽക്കുമ്പോൾ അടുത്താൾക്ക് പറ്റില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഉള്ളത് വെച്ചിട്ടൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മോളെ വെച്ചിട്ട് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ ഞാൻ ഓർത്തത് ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ഫാമിലി ഫോട്ടോ കിട്ടിയില്ല എന്നുള്ളത്. പിന്നെ അതിനെടുക്കാനുള്ള മാർഗ്ഗമൊന്നുമില്ല. ഇനി നിൽക്കാൻ പറഞ്ഞാലും മൂത്തവർ 2 പേരും എന്തായാലും ഫോട്ടോയ്ക്ക് പോസൊന്നും ചെയ്യില്ല. പിന്നെ ഞാനും മോളും കൂടി ഇതുപോലൊരു സെൽഫി അങ്ങോട്ട് ഒപ്പിച്ചു. പിന്നെയാണ് ഞാൻ ഓർത്തത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ കിട്ടിയില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ ആ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ നിന്നൊരു സ്ക്രീൻഷോട്ട് ഒപ്പിച്ചു. പക്ഷെ ആ ഒരു സ്ക്രീൻഷോട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയുടെ പകുതി ഭാഗം ഇല്ല. അപ്പോൾ ഞാനത് ജെമിനി ആപ്പിൽ കൊടുത്തിട്ട് ഒരു ഫാമിലി പിക്ക് അങ്ങോട്ട് സെറ്റാക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടോ. പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആരുടെ ഫേസിലോ ഒന്നും ഒരു ചേഞ്ചും വരുത്തരുത് എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു ഫുൾ സൈസ് ഫോട്ടോ ഇതുപോലെ സെറ്റാക്കി തന്നിട്ടോ. പിന്നെ ഹസ്ബൻഡ് വൈറ്റ് പാൻറ്റിന് പകരം ഒരു വൈറ്റ് മുണ്ടാക്കി തന്നത് തലയുടെ ഫുൾ ഭാഗമൊക്കെ സെറ്റാക്കി തന്നിട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒറിജിനൽ പോലെ സെറ്റായിട്ടില്ലേ? അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.